ഏറ്റവും കൂടുതൽ NCRB ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാത്രി ആക്രമിക്കപ്പെടുന്ന ആണുങ്ങളാണ്. പക്ഷെ ഇത് ഏതെങ്കിലും മാധ്യമങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യാറുണ്ടോ? ഇല്ല. രാത്രി ഒരു പെൺകുട്ടി ഇറങ്ങി, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, 4 ആൾ ചോദ്യം ചെയ്തു, പ്രൈം ടൈമാ. നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, പക്ഷെ അതിന് വരുന്ന പ്രത്യാഘാതങ്ങളും അതിന്റെ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് ഏറ്റെടുക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോ. പക്ഷെ അത് ഏറ്റെടുക്കാതെ നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം സമൂഹത്തിന്റെ മണ്ടയിലോട്ട് കെട്ടിയിടുമ്പോൾ നിങ്ങളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ആർക്ക് വരും? പരീക്ഷ എഴുതാൻ പോകുമ്പോൾ റിസർവേഷൻ, എക്സാമിന് ഫീസ്, ഇതൊക്കെ ഇളവുണ്ടല്ലോ. ഈ ഇളവൊക്കെ എവിടുന്നാ പോകുന്നത്? സമൂഹത്തിന്റെ കാശെന്നാ. അതിനൊക്കെ ഉത്തരവാദിത്തം ഇപ്പൊ സമൂഹം ചോദ്യം ചെയ്യും. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ടാന്ന് വേണ്ടി ജീവിക്കും. പ്രത്യേകിച്ച് പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ യാത്രാ സ്വാതന്ത്ര്യം. രാത്രി പലരും പറയാറുണ്ട്, രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ഞങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം നമ്മൾ യൂറോപ്പൊക്കെ എടുത്ത് നോക്കിയാൽ പലയിടത്തും പറയുന്നില്ല, ആണുങ്ങൾക്ക് ടോപ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ ഷർട്ട് ഇല്ലാതെ നടക്കാൻ, ഞങ്ങൾക്ക് അതുപോലെ നടക്കാനുള്ള അവകാശങ്ങളൊന്നുമില്ല. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ യൂറോപ്പിൽ നടക്കണ പോലെ നടന്നോ, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ആണുങ്ങളാരെങ്കിലും വേണ്ടാന്ന് പറയും, സ്ത്രീകൾ ടോപ്ലെസ് ആയിട്ട് നടക്കണേ. ഞാൻ പറയും അവനവന്റെ പ്രിയപ്പെട്ട ആൾക്കാർ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറയും മോശമാണ്. അത് നമ്മുടെ ഇപ്പൊ എന്റെ വൈഫ് അങ്ങനെ നടക്കാൻ പാടില്ല ഞാൻ പറയും, എന്റെ വൈഫും പറയും. ഷർട്ട് ഇട്ടിപ്പോൾ ഞാൻ ഒരു ദിവസം പെട്ടെന്നൊരു വീട്ടിലാരെങ്കിലും കോളിംഗ് ബെൽ അടിക്കുക, ഞാൻ വീട്ടിനകത്ത് ഷർട്ട് ഇടാണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഡോർ തുറക്കാൻ തുടങ്ങി എന്റെ വൈഫ് പറയും ഷർട്ട് ഇട്ട് പോകണം. ഇത് നമുക്ക് പ്രിയപ്പെട്ടവർ, നമ്മുടെ വൈഫ് നമ്മുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ വൈഫ് നമ്മളോടും പറയും, നമ്മൾ നമ്മുടെ വൈഫിനോടും പറയും. വേറെ കണ്ണി കണ്ട റോട്ടത്തിൽ നിങ്ങൾ ഷർട്ട് ഇടാണ്ട് നടക്കണമെന്ന് അവർ നടന്നോ. പക്ഷെ അത് നമ്മൾ നോക്കിയെന്ന് വേണ്ടിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടാക്കണതും അവർ തന്നെയാണ്. ഒരാണ് ഷർട്ടിടാണ്ട് നടന്നു, നിങ്ങൾ നോക്കി ആണ് പോയി പ്രശ്നം ഉണ്ടാക്കും? ഇല്ല. ഒരു പെണ്ണ് ഷർട്ടിടാണ്ട് നടന്നു, അവളെ നോക്കി അവള് പ്രശ്നം ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കും. അല്ലേ തന്നെ അവരെ എത്രയോ സെക്കൻഡിന് നോക്കാൻ പാടില്ലെന്നാണ് നിയമം. പിന്നെ ഇവർ പറയുന്ന വേറൊരു സാധനം, അതിന് ഞാൻ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നദീമിന്റെ കയ്യിൽ ഒരു കുറച്ച് പൈസയുണ്ട്, ഒരു 1 ലക്ഷം രൂപ കയ്യിൽ വെച്ച് നടക്കണം, കയ്യിലുണ്ട്. നദീം അത് എന്ത് ചെയ്യും? സേഫായിട്ട് പുറത്ത് കാണിക്കാതെ സേഫായിട്ട് എടുത്തു വെക്കോ, സേഫായിട്ട് എടുത്തു വെക്കും, എന്നിട്ട് ട്രാവൽ ചെയ്യും. അതേസമയം നദീമിന് അത് എന്തുകൊണ്ടാണ് നദീം അത് സേഫായിട്ട് എടുത്തു വെക്കുന്നത്? വേറെ ആരെങ്കിലും എടുക്കാതിരിക്കാനും, വേറെ ആ സാധനത്തിന് നദീം ഒരു വാല്യൂ കൽപ്പിച്ചോണ്ടല്ലോ. 1 ലക്ഷം രൂപ നദീമിന് ഒരു വാല്യൂ ഉണ്ട്. ആ 1 ലക്ഷത്തിന് വരെ നദീമത്തിന് 5 രൂപയാണെങ്കിൽ നദീം ചിലപ്പോൾ അത് വേറെ പുറത്ത് കാണിച്ചടക്കും. പക്ഷെ ചില ആൾക്കാരുണ്ട് എൻ്റെ ആ പൈസ ഉണ്ടെന്ന് കാണിച്ചിട്ട്, മറ്റേ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യില്ല, 500 നോട്ട് മേലെ പൊക്കി കാണിച്ചിട്ട് ക്ലിപ്പ് അടിച്ച് വെച്ചെന്ന് പറഞ്ഞെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. കാരണം എൻ്റെ 500 ഉണ്ടെന്ന് കാണിക്കാൻ. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതൊരു പൊങ്ങച്ചം. അതേപോലെ തന്നെയാണ് ഇവർ ഈ പറയുന്ന രാത്രി ഇറങ്ങി നടക്കില്ല അല്ലെങ്കിൽ ഷട്ടിലാണ് നടക്കലെന്ന് പറയുന്ന സാധനം. അതുപോലൊക്കെ തന്നെയാണ് ഇതിവർ ചെയ്യുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു വാലിഡേഷൻ വേണം, അതിന് വേണ്ടി ഇത് കാണിച്ച് നടക്കുന്നു. അതിനോട് അത് സെക്യൂർഡായിട്ട് ഫീൽ ചെയ്യുന്നവർക്ക് അത് കാണിച്ചു നടക്കേണ്ട കാര്യമില്ല. പിന്നെ അതിനോടൊരു വാല്യൂ സ്വയം കൽപ്പിക്കുന്നവർ, ലൈക്ക് അവനവൻ്റെ ഇതിനൊരു വാല്യൂ കൽപ്പിക്കുന്ന ആൾക്കാർ, അവനവൻ്റെ ശരീരത്തിനോടും അവനവൻ്റെ ഇതിനോടും ഡിഗ്നിറ്റിയോടൊരു വാല്യൂ കൽപ്പിക്കുന്ന ആൾക്കാർക്ക് അത് കാണിച്ചു നടക്കേണ്ട കാര്യമില്ല. അത് വാല്യൂ ഇല്ലാത്ത ആൾക്കാർക്ക്, നേരത്തെ പറഞ്ഞ പോലെ 1 ലക്ഷം വാല്യൂ ഉള്ളവർക്ക് അത് കാണിച്ചു നടക്കേണ്ട കാര്യമില്ല. അത് സേഫായിട്ട് എടുത്തു വയ്ക്കും. അവനവൻ്റെ ശരീരം അവനവൻ്റെ ഡിഗ്നിറ്റിക്ക് 5 രൂപയുടെ വാല്യൂ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കാണിച്ചു നടക്കും. പൊൺലി ഫാൻസിലൊക്കെ കണ്ടില്ലേ 100 രൂപയ്ക്ക്. അത് അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നദീമിന്റെ 1 ലക്ഷം രൂപ പുറത്തും കാണിച്ചു നടന്നിട്ട് അത് വല്ല കള്ളനും അടിച്ചുകൊണ്ട് പോയി. കള്ളൻ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കള്ളൻ അവിടെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നദീമിനോട് ചോദിക്കും, എന്തിനാണ് ഇത്രയും പൈസ ഉള്ളപ്പോൾ സേഫാക്കി എടുത്തു വെച്ചൂടെ, അതെന്തിനെങ്ങനെ പുറത്ത് കാണിച്ച് നടന്നേന്നുള്ളൊരു ചോദ്യം വരും. ഒരു 1% ഓഫ് ഉത്തരവാദിത്തം അവിടെ നദീമിനും ഉണ്ട് ആ പൈസ കാണാതായതിൽ. തൻ്റെ പണം സേവ് ചെയ്ത് വെക്കേണ്ടത് ആരാണ്? അവനവനാണ്. അത് അവനവൻ സേവ് ചെയ്യാത്തതുകൊണ്ടാണ് ആരാൻ അടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ആരാൻ അടിച്ചുകൊണ്ട് പോയി അത് നദീമിനോട് ഞാൻ ചോദിക്കണം, എന്താ നദീം ഒന്ന് സൂക്ഷിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ എടുത്തുകൊണ്ട് പോയ കള്ളൻ നിരപരാധി ആവുന്നു എന്നല്ല. കള്ളൻ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ നദീമിനുണ്ടായിരുന്ന പ്രിക്കോഷൻസ് നദീം എടുത്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കല്. അത് തന്നെയാണ് ഈ പറയുന്ന രാത്രി പുറത്തിറങ്ങലും അല്ലെങ്കിൽ ഈ ഡ്രസ്സ് സംഭവം എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി നടക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ രാത്രി പുറത്തിറങ്ങി ആരെങ്കിലും നിങ്ങൾ അറ്റാക്ക് ചെയ്തു, ആ അറ്റാക്ക് ചെയ്തവനെ തിരിച്ചടിക്കാനുള്ള നിങ്ങൾക്കുള്ള കായികക്ഷമത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രാത്രി പുറത്തു പോകണമെങ്കിൽ ആരും ഒന്നും ചോദിക്കില്ല. ആണുങ്ങളെ പുറത്തു വിടണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ട്രസ്റ്റ് ആണുങ്ങളുടെ ഉണ്ട്, അവന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവൻ നേരിടുക എന്നുള്ളത്. ഇത് ഇപ്പൊ ആണുങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ NCRB ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാത്രി ആക്രമിക്കപ്പെടുന്ന ആണുങ്ങളാണ്.
പക്ഷെ ഇത് ഏതെങ്കിലും മാധ്യമങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യാറുണ്ടോ? ഇല്ല. ഇല്ല. രാത്രി ഒരു പെൺകുട്ടി ഇറങ്ങി, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, 4 ആൾ ചോദ്യം ചെയ്തു. പ്രൈം ടൈമാ. ആശ്മി അരുൺകുമാറൊക്കെ വന്നിരുന്ന് പറയും, ഒരു സ്ത്രീക്ക് കേരളത്തിൽ രാത്രി മദ്യപിച്ച് വാഹനം ഓടിച്ച് റോട്ടിൽ കൊണ്ടുപോയി ഇടിക്കാനുള്ള അവകാശം ഇല്ലേ എന്ന് ചോദിക്കും. ആമ്പിള്ളേര് വെള്ളം ഓടിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാലോ? അല്ലേ? അല്ലെ ചോക്ക്. അല്ലെ, ഒരു സ്ത്രീ മദ്യപിച്ച് വാഹനം ഓടിച്ചോട്ടെ, അവൾ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചോട്ടെ, ആൾക്കാരത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, നാട്ടുകാർ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സദാചാര ആക്രമണം അങ്ങനെയാവും. നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, പക്ഷെ അതിന് വരുന്ന പ്രത്യാഘാതങ്ങളും അതിന്റെ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് ഏറ്റെടുക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോ. പക്ഷെ അത് ഏറ്റെടുക്കാതെ നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം സമൂഹത്തിന്റെ മണ്ടയിലോട്ട് കെട്ടിയിടുമ്പോൾ നിങ്ങളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ആർക്ക് വരും? സമൂഹത്തിന് വരും. ഇപ്പം നദീം ചെയ്യുന്ന ഒരു കാര്യത്തിന്, ഇപ്പം നദീം സ്വന്തമായിട്ട് ഫീസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നദീം തോറ്റാലും ജയിച്ചാലും നദീമിനോട് ആരും ചോദ്യം ചെയ്യില്ല. കാരണം നദീം അവനവൻ്റെ പൈസക്ക് പഠിക്കുന്ന. അതായത് നദീമിന് പണമൊന്നും ഇല്ലാത്തൊരു ഫാമിലിയാണ്, നാട്ടുകാരൊക്കെ പൈസ പിരിച്ചിട്ടാണ് നദീമിനെ കോളേജിൽ വിടുന്നതെന്നുണ്ടെങ്കിൽ നദീം തോറ്റു കഴിഞ്ഞാൽ നാട്ടുകാരെ ഓരോരുത്തരും വന്ന് ചോദ്യം ചെയ്യും. കാരണം എന്താ? അവരുടെ പൈസ മേടിച്ചിട്ടാണ് നദീം പഠിക്കുന്നത്. അപ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. അതേപോലെ തന്നെ പെണ്ണുങ്ങളുടെ കാര്യവും, നിങ്ങൾക്ക് വരുന്ന എല്ലാ കാര്യവും, ഇപ്പോൾ പ്രിയദർശിനി ആയാലും എല്ലാ കാര്യവും, കോളേജിൽ പോക്കും, പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ ഫ്രീ ആണല്ലോ. നദീമനെ പഠിച്ച ഒരാളാണല്ലോ. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ റിസർവേഷൻ, എക്സാമിന് ഫീസ്, ഇതൊക്കെ ഇളവുണ്ടല്ലോ. ഈ ഇളവൊക്കെ എവിടുന്നാ പോകുന്നത്? സമൂഹത്തിന്റെ കാശെന്നാ. അതിനൊക്കെ ഉത്തരവാദിത്തം ഇപ്പോൾ സമൂഹം ചോദ്യം ചെയ്യും. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ടാന്ന് വേണ്ടി ജീവിക്കുക. ഇപ്പം ഞാൻ ഇന്നേ വരെ ഈ OBC ബോണ്ട് ഇതൊന്നും ഞാൻ മേടിച്ചിട്ടില്ല, ഗ്രാൻറ്റുകളൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്നും അതിനെതിരാണ്. സ്കൂളിൽ പിള്ളേർക്ക് OBC ഗ്രാൻറ്റ് കൊടുക്കുന്നതിനൊക്കെ മേടിക്കാത്തതുകൊണ്ട് എനിക്ക് ധൈര്യത്തിൽ സംസാരിക്കാം. ഇത് മേടിച്ച് തിന്നുകയും ചെയ്യും, എന്നിട്ട് അതിനെ സംസാരിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അതാണ് ഞാനിപ്പോൾ ഈ പറയാൻ വന്നത്. ഈ പറഞ്ഞ പോലെ ഒരു സൈഡിലൂടെ ഈ പറയുന്ന ഫെമിനിസ്റ്റ് എന്ന് പറയുന്നവർ തന്നെ പറയും വി ആർ സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമൺ. ഇപ്പോൾ പല കാര്യങ്ങൾ വരുമ്പോഴും തമാശക്കാണെങ്കിൽ സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമൺ അല്ലേന്ന്. എന്നാൽ ഈ സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമൺ ആയിട്ടുള്ളവർ തന്നെ പറയും ഇവർക്ക് ഇത്ര റിസർവേഷൻ വേണം, ഇവർക്ക് സ്ത്രീകൾക്ക് ഇന്ന അത് സ്ത്രീകളുടെ സീറ്റാണ്. ഈ സ്ട്രോങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള വുമൺ അവർ എല്ലാം ഈക്വാലിറ്റി നടക്കില്ല എങ്കിൽ പോലും അവർ പറയുന്നത് ഈക്വലായിട്ട് എല്ലാത്തിനെയും ട്രീറ്റ് ചെയ്യാൻ, ഇക്വിറ്റി എന്ന് പറയാം, ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർക്ക് ഈ പറയുന്ന പോലെ കൺസിഡറേഷൻസ്, റിസർവേഷൻസ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഇവരാരും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾ ഒരാളെങ്കിലും പറയണത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, കണ്ടിട്ടില്ല. പ്രിയദർശിനി ബസ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പോലും 1-2 വിരലിലെണ്ണാവുന്ന സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഒരു സ്ത്രീ പറയുന്നുണ്ട് ലൈക്ക് ഇതിന്റെ ആവശ്യമില്ല. അപ്പോൾ അവതാരകൻ റിപ്പോർട്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടാണോ യാത്ര ചെയ്യുന്നത്? ഞാൻ ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. മനസ്സിലായി? ഞാൻ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നത്, പക്ഷെ ഇതിന്റെ ആവശ്യമില്ല. ഓസിക്ക് കിട്ടിയ ആശ്രയം കുടിക്കുന്ന ആ ഒരു സംഗതി ലൈക്ക് അതാ പറഞ്ഞേ. അഭിപ്രായം പറയാം, അവനവൻ ആദ്യം നിന്നിട്ട് വേണം അഭിപ്രായം പറയാൻ. ഇപ്പം ഇന്ത്യയിൽ എല്ലാ സ്ത്രീകളും സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമണാണ്, കോടതി മുറിയിൽ ഒഴിച്ച്. കോടതി പോയി കഴിഞ്ഞാൽ ഈ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ ഒന്നും സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ അല്ല. ഞാൻ ഗൾലിബിൾ, വൾണറബിൾ, അബലയായ സ്ത്രീയാണ്. പക്ഷെ കോടതിക്ക് പുറത്ത് ഞങ്ങളെല്ലാം സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമണാണ്. ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് അല്ല, ബാക്കിയുള്ള സ്ഥലത്തെല്ലാം സ്ട്രോങ് ഇൻഡിപെൻഡന്റ്. അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ വളരെ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് ആണ് പലരും. അത് ഇവർക്ക് സ്ട്രോങ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ആണുങ്ങൾ ഇനേബിൾ ചെയ്യുമ്പോൾ ഇവർക്ക് സ്ട്രോങ് ഇൻഡിപെൻഡന്റ് ഒക്കെ ആവാം. താലിബാനിലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള സ്ത്രീകൾ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ അല്ല. കാരണം അവർക്ക് താങ്ങാൻ ആണുങ്ങളില്ല. പക്ഷെ അവർക്ക് വേണ്ടി പോരാടാനും സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ ആരും മുമ്പോട്ട് വരുന്നില്ലല്ലോ. ഇവിടെ ഇരുന്നിട്ട് അഫ്ഗാനിസ്ഥാനിലെ പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഫെമിനിസം വേണമെന്ന് പറയും, വുമൺ എംപവർമെന്റ് വേണമെന്ന് പറയും. എന്നിട്ട് ഇവരാരെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. ഇവരാരെങ്കിലും അവിടുത്തെ എന്തെങ്കിലും എതിരെ സംസാരിക്കുകയോ? ഇല്ല. ഇവിടെ ഇരുന്നിട്ട് നമ്മളെ ഇവിടെ തുല്യമല്ല 75% എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി വലിച്ച് വാരി നിറച്ച് തിന്ന് വയറും വീർപ്പിച്ചിരുന്നിട്ട്, മറ്റേ അർത്ഥത്തിലല്ല, തിന്ന് വയറും വീർപ്പിച്ചിട്ട് ഇരുന്നിട്ടുള്ള പെണ്ണുങ്ങൾ പിന്നെ ഇരുന്ന് പറയും അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ നോക്കൂ, അതിന്റെ ആവശ്യം, അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അത് വേണ്ടത് ഇത് വേണ്ടതെന്ന്. എടാ, അഫ്ഗാനിസ്ഥാനിൽ വേണ്ടെങ്കിൽ കേരളത്തിൽ ഇതിന്റെ എന്താ കാര്യം? ഈ നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളെയും കുറിച്ചൊന്നും അല്ല അല്ലേ? അത് ലെറ്റ്സ് മേക്ക് ദാറ്റ് ക്ലിയർ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും നമ്മളെല്ലാ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയാണ്. എല്ലാ സ്ത്രീകളെ അല്ല നമ്മൾ ഈ പറയുന്നത്. ഇപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്കുകൾ
നിങ്ങൾക്ക് പൊള്ളിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ്. അതല്ല, ഞാൻ ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി ശരിയാണല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നോർമൽ ഒരു സ്ത്രീയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹിപ്പോക്രറ്റ് ആണ്. നിങ്ങൾക്കിത് പൊള്ളിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ അതിൽപ്പെടുന്ന ആളാണ്, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ജസ്റ്റ് ആ പോയിന്റ് പറഞ്ഞു എന്നുള്ളതല്ലേ. പിന്നെ നമ്മളെ പിന്നെ ഞാൻ ഈ സ്ത്രീ വിരുദ്ധം എന്നൊക്കെ ആദ്യം എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹേർട്ടായിരുന്നു. നമുക്കും ഫാമിലിയിൽ സ്ത്രീകളുണ്ട്. ലൈക്ക് ഐ എം വെരി ക്ലോസ് ടു മൈ മദർ ദാൻ മൈ ഫാദർ. എനിക്കുള്ള ഒരു സിസ്റ്ററാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്നെ പരിചയമുള്ള അല്ലെങ്കിൽ എന്നോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ലൈക്ക് ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീകളുടെ അടുത്ത് ഞാൻ അവരോട് ഈ പറയുന്ന മോശമായിട്ട് പെരുമാറിയെന്നോ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ട് പെരുമാറിയെന്നോ മാറ്റി നിർത്തിയെന്നോ പറഞ്ഞിട്ട് ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഒരാളെ ഞാൻ ഈ പറയുന്ന എന്നെക്കുറിച്ച് ലൈക്ക് ഈ ഒരു സാധനം തമ്മിൽ വൈറലായപ്പോൾ ഇവൻ്റെ പരിചയമുള്ള സ്ത്രീകളുടെ ബുദ്ധിമുട്ട്, ഇവൻ്റെ കുടുംബത്തിലെ സ്ത്രീകൾ, ലൈക്ക് ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഷോക്കായൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീ സംരക്ഷണം പുരോഗമനം എന്നൊക്കെ പ്രൊഫൈലിട്ടിട്ട് ഈ ഒരു സാധനം പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാനെയും പെങ്ങളിനെയും അമ്മയും ലൈക്ക് ഭാര്യനെയും എല്ലാവരും തെറി വിളിക്കുക. ആര്? സ്ത്രീകൾ തന്നെ. എന്നിട്ട് അവർ പ്രൊഫൈലും ലൈക്ക് അവർ ഇടുന്ന കണ്ടന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് എൻ്റെ ഉമ്മയെ തെറി വിളിക്കുക. ഞാൻ അതൊക്കെ കണ്ടിട്ടാണ് ലൈക്ക് ഇതാണ് ഇവരുടെ ഈക്വാലിറ്റി. ഇവർക്ക് ആവശ്യം അല്ലെങ്കിൽ ഇവരുടെ താല്പര്യത്തിൽ ഇവർക്ക് എല്ലാ സ്ത്രീകൾക്കും റെസ്പെക്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ വീട്ടിലെ സ്ത്രീകൾക്ക് റെസ്പെക്ട് കൊടുക്കുക. അത് പറ്റില്ല. എൻ്റെ ഉമ്മാനെ ഇരുന്ന് തെറി വിളിക്കുക. എന്തിന്? ഇവരുടെ ഫെമിനിസത്തിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട്. ഞാൻ ഇവരുടെ ഫെമിനിസത്തിനെ സപ്പോർട്ട് ചെയ്തില്ല, അതിന് ഓപ്പോസിറ്റ് എന്നും പറഞ്ഞ് എൻ്റെ വീട്ടിലത്തെ സ്ത്രീകളെ തെറി വിളിക്കുന്ന ആൾക്കാർ സ്ത്രീകൾക്ക് റെസ്പെക്ട് കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അതിൽ എന്തർത്ഥമുള്ളത്? ഇല്ല. അതാണ് ഇവരുടെ ഈക്വാലിറ്റിയും എംപവർമെൻറ്റും. ഈ എൻ്റെ വീട്ടിലെ സ്ത്രീകളെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ കണ്ടിടത്തോളം നമ്മൾ ഈ ആമ്പിള്ളേർ സ്ത്രീകൾ ചെയ്യുന്ന എന്തെങ്കിലും ആഭാസത്തരമോ, സ്ത്രീകളെന്നല്ല ലൈക്ക് ഈ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ബിഹേവിയർ ഉള്ള സ്ത്രീകൾ എന്ന് പറയാം. ലൈക്ക് ഫെമിനിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പച്ചയ്ക്ക് പറയുന്ന പറയാം. ഫെമിനിസ്റ്റ് ബിഹേവിയർ ഉള്ള ചില സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ കോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പറയുന്നൊരു സാധനമാണ് സ്ലട്ട് ഷെയിം ചെയ്തു, പെണ്ണുങ്ങളെ സ്ലട്ട് ഷെയിം ചെയ്തു എന്ന്. അതിന് നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളെ സ്ലട്ട് ഷെയിം ചെയ്തു എന്ന് പറയാനുള്ള വകുപ്പ് ആണുങ്ങൾ സ്ലട്ട് ഷെയിം ചെയ്തു എന്നാണ് മോസ്റ്റ്ലി ഉള്ളത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ, നദീമിന് അങ്ങനെ ഉണ്ടോ എന്നറിയില്ല, ഇത് കാണുന്നവർക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, പെണ്ണുങ്ങളെ ഏറ്റവും കൂടുതൽ സ്ലട്ട് ഷെയിം ചെയ്യുന്നതും പെണ്ണുങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞിറക്കുന്നതും പെണ്ണുങ്ങൾ തന്നെയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പറയാൻ പറ്റില്ല. ഞാൻ നദീം പറയണ്ട, ബിക്കോസ് യു നോ സർട്ടൻ തിങ്സ്. ഇത് കാണുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? പെണ്ണുങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്ലട്ട് ഷെയിം ചെയ്യുന്നതും അപവാദ കഥകൾ ഇറക്കുന്നതും സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ടിടത്തോളം ഇപ്പോൾ ഞാൻ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ റിസൈൻ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ധൈര്യത്തിൽ തുറന്നു പറയാം. ലൈക്ക് നമ്മളിപ്പോൾ ഒരു കോർപ്പറേറ്റിൽ ഒരു സ്ത്രീ മുന്നോട്ട് ലൈക്ക് നല്ലൊരു പൊസിഷനിലോട്ട് എത്തുകയാണ്, പ്രൊമോഷൻ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആണുങ്ങൾ ചിലപ്പോൾ തമാശയ്ക്ക് പറയും പെണ്ണായതുകൊണ്ട് കിട്ടി എന്ന് പറയും. അത് പറഞ്ഞാണ് തീരും. ചിലപ്പോൾ പറയണ പോലെ നമ്മൾ മാനേജർ നമ്മുടെ ലൈക്ക് അത് ആ പ്രൊമോഷൻ കൊടുത്ത മാനേജറായിരിക്കും നമ്മൾ പഴി പറയുക. പെണ്ണിനെ കണ്ടതും ഒലിപ്പിച്ചുകൊണ്ട് അവൻ പ്രൊമോഷൻ കൊടുത്തു എന്ന് പറയും. പക്ഷെ പെണ്ണുങ്ങൾ, ഞാൻ കണ്ടൊരു കാര്യമാണ്, പെണ്ണുങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ലിറ്ററലി ഒരു കഥ അങ്ങ് മെനയും. ചില ഇൻസിഡൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻസിഡൻസ് ആയിരിക്കും, അതിന് വെച്ചൊരു സ്റ്റോറി അങ്ങ് റിലേറ്റ് ചെയ്യും. ലൈക്ക് ഞാൻ എൻ്റെ ഓഫീസിൽ തന്നെ ഇഷ്ടം പോലെ കണ്ടില്ല. ഞാനിപ്പോൾ ഒരു 5-6 കോർപ്പറേറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും ഈ ഒരു പാറ്റേൺ ഞാൻ കാണാത്തതായിട്ടില്ല. ലൈക്ക് ഒരു സ്ത്രീ ഉയർന്നു വരുമ്പോൾ അസൂയ കൊണ്ടാണോ അതോ ഇൻസെക്യൂരിറ്റി കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. ലൈക്ക് ഒരു സ്ത്രീ ഉയർന്നു വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ ലൈക്ക് നമ്മൾ ഇപ്പോൾ ഒരു സ്ത്രീ മെറിറ്റിൻ്റെ ബേസിൽ കയറി വരികയാണെങ്കിൽ നമ്മൾ ടാലൻറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കിട്ടി. ചില സമയത്ത് നമുക്ക് അൺഫെയർ ആയിട്ട് തോന്നുമ്പോൾ നമ്മൾ പറയും എന്തോ ഉടായ്പുണ്ട്, അല്ലെങ്കിൽ പെണ്ണായതുകൊണ്ട് കിട്ടി, അല്ലെങ്കിൽ ആ മാനേജർ തൊലിവെളുപ്പ് കണ്ടപാട് പിന്നാലെ പോയി മാനേജർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ അവിടെ ആ പെണ്ണിനെ നമ്മളധികം ഇതാക്കാതിരിക്കാൻ നോക്കും. പക്ഷെ ഇപ്പുറത്ത് സ്ത്രീകൾ അത് ആ ഒരു ഗോസിപ്പ് അടിച്ചിറക്കുമ്പോൾ പൊടിപ്പും തൊങ്ങലും മസാലയും മറ്റേ മീനും ഇറച്ചിയും എല്ലാം മേടിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒരു ലെവലാക്കി അങ്ങോട്ട് കളയും. കേൾക്കുന്ന നമ്മൾ പോലും ചിലപ്പോൾ കൺഫ്യൂസ് ആയി പോകും. ആ ലെവലിൽ ഇതാക്കും. അത് തന്നെയാണ് പലപ്പോഴും പല സ്ത്രീകളെയും
അവരെ ബാധിച്ചിട്ടുള്ള കേസുകൾ ഞാൻ കണ്ടിടത്തോളം നമ്മൾ പറയുന്ന ഈ എന്താ പറയുക കളിയാക്കലുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന തൊലിവെളുപ്പിൻ്റെ പേരിൽ കിട്ടിയെന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് പോഷ് ആക്ട് കൊടുക്കാം അവർക്ക്. പോഷ് ആക്ട് കൊടുത്തു കഴിഞ്ഞാൽ പയ്യൻ്റെ പണി പോയി അവിടെ. പക്ഷെ സ്ത്രീകൾ പറയുന്ന സാധനത്തിന് പോഷ് ആക്ട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ പോഷ് ആക്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ള പറയുന്ന സാധനം ഒരു പുരുഷൻ ഒരു സ്ത്രീക്കെതിരെ ചെയ്യുമ്പോഴാണ് അതൊരു സാധനം വരുന്നത്. അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണേ, എൻ്റെ കമ്പനിയിലെ നമുക്ക് കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്തവർക്ക് ഇത് അറിയാൻ പറ്റുമായിരിക്കും. വർഷാവർഷം ഒരു കോഴ്സ് പോലൊരു സാധനം തരും. അത് നമ്മൾ അക്നോളജ് ചെയ്ത് ഇത് ചെയ്ത് വിടണം. ലൈക്ക് കംപ്ലയൻസിൻ്റെ, അതുപോലെ തന്നെ വർക്ക് പ്ലേസ് സെക്യൂരിറ്റി, പോഷ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വർക്ക് പ്ലേസ് ഗൈഡ് ലൈൻസ്, ഇതിൻ്റെയൊക്കെ സാധനങ്ങൾ തരും. അപ്പോൾ എല്ലാ വർഷവും നമുക്ക് ഈ സാധനം കിട്ടും. അത് ചിലപ്പോൾ നമ്മുടെ മാനേജർമാരൊക്കെ നമ്മളോട് ഒന്ന് പറയുന്നത് ലാസ്റ്റ് ദിവസം ഇത് ചെയ്യേണ്ട ലാസ്റ്റ് ദിവസം ആയിരിക്കും. പറയും എടാ അതിനൊരു കോഴ്സ് ഉണ്ട്, അത് വേഗം ഒന്ന് ഫിനിഷ് ചെയ്യുന്നിട്ട് ജസ്റ്റ് പിങ് മീ വൺസ് യു കംപ്ലീറ്റഡ്. അപ്പോൾ അവർക്ക് കണക്ക് കൊടുക്കാമല്ലോ. അതുകൊണ്ട് നമ്മൾ നീട്ടൊക്കെ ഓക്കെ 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 ഒക്കെ അടിച്ചു വിടും. ഒരു ദിവസം എനിക്ക് ഇപ്രാവശ്യം ഈ കഴിഞ്ഞ വർഷമാണ് എനിക്ക് ആ സാധനം കിട്ടിയപ്പോൾ പണിയൊക്കെ തീർത്തിരിക്കണതുകൊണ്ട് തന്നെ എനിക്കിത് വായിക്കാനുള്ള സമയം കിട്ടിയത്. ഞാൻ കുത്തിയിരുന്ന് വായിച്ചു. അപ്പോൾ വായിച്ചപ്പോൾ എൻ്റെ കമ്പനിയുടെ മാത്രം പോളിസി അല്ല, ഇന്ത്യൻ ലോ ബേസ് ചെയ്തിട്ടുള്ളൊരു പോളിസിനെ കുറിച്ച് അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ഇൻറ്റൻഷനോ ഒന്നുമല്ല അവിടെ മാറ്റർ. അതിന് പരാതി കൊടുക്കുന്ന ആ സ്ത്രീക്ക് അതെങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് മാറ്റർ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ടോക്സിക് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്ന് ഓർമ്മയുണ്ടോ? സിനിമ വന്നിട്ടില്ല, അതിൻ്റെ ട്രെയിലർ ഗീതു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്ത ഒരു പടമാണ്. അതിൻ്റെ ട്രെയിലർ ഇത്രയും വൾഗറായിട്ടുള്ള ഒരു ഇന്ത്യൻ മൂവി ട്രെയിലർ റീസെന്റ് ടൈംസിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. കാരണം നമുക്കത് കണ്ടിരിക്കാൻ പറ്റും. അത്രയും വൾഗർ ലൈക്ക് ലിറ്ററലി പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് പണ്ടത്തെ ഈ ബി ഗ്രേഡ് ഷക്കീല പടങ്ങൾക്കൊക്കെ ട്രെയിലേഴ്സ് ഉണ്ടായിരുന്നു അന്ന്. ആ കാലഘട്ടത്തിൽ ട്രെയിലേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇതിനേക്കാളും മാന്യമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അത്രയും വൾഗറായ ഒരു ട്രെയിലർ. ഇപ്പം ഞാൻ ഓഫീസിലോട്ട് ഒരു ക്യാബിൽ പോവുകയാണ്, ഓഫീസ് ക്യാബിൽ പോവുകയാണ്. ഞാനും നദീമും ഉണ്ടെന്ന് വെച്ചോ, നമ്മളിരിക്കുകയാണ്, കൂടെ ഒരു സ്ത്രീയും ഉണ്ട് ഓഫീസ് ക്യാബിൽ. ഞാനും നദീമും കൂടി ഈ ട്രെയിലർ കണ്ടു. ഞാൻ ഈ ട്രെയിലർ കണ്ടു. ഞാൻ പറഞ്ഞു നദീമ ഈ ട്രെയിലർ നോക്കുമെന്ന് പറഞ്ഞു ഞാൻ ഈ നദീമിന് ട്രെയിലർ കാണിച്ചു തന്നു. ഇതിൽ സ്ത്രീകളെ ഭയങ്കര മോശമായിട്ടും അർദ്ധനഗ്നമായിട്ടൊക്കെ കാണിക്കുന്ന ഒരു സാധനമാണ്. പറയാൻ ഡയറക്റ്റ് ചെയ്തൊരു സ്ത്രീ ആണെങ്കിൽ പോലും ഞാനിത് നദീമിനെ കാണിച്ചു തരുന്നുണ്ട്. ഇതുമായിട്ട് ആ വണ്ടിയിൽ പ്രസന്റ് ആയിട്ടുള്ള മറ്റേ സ്ത്രീക്ക് ഒരു ബന്ധവുമില്ല. പക്ഷേ ഞാനിത് നദീമിനെ കാണിച്ചത് ആ സ്ത്രീക്ക് ഒരു അൺകംഫർട്ടബിൾനെസ് ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ പോഷ് ആക്ട് പ്രകാരം എനിക്കെതിരെ അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കെതിരെ നടപടിയെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കാനുള്ള ഇന്റൻഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഈ പെൺകുട്ടിക്ക് പകരം ഒരാണും ആണാണെങ്കിൽ അത് കാര്യമില്ല. അതെന്തുവാ? അതങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ സ്ഥാനത്ത് രണ്ട് പെൺകുട്ടികൾ ഇരുന്നിട്ട് ജോൺ അബ്രഹാമിന്റെ വല്ല ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ജോൺ അബ്രഹാം അണ്ടർവെയർ മാത്രമുള്ള ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോ രണ്ട് പെൺകുട്ടികൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യാണ് എന്നുണ്ട്. നമ്മളൊരു ആണ് പ്രസന്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ പരാതി ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ അൺകംഫർട്ടബിൾ ആക്കി. ഇപ്പൊ ഫയാസ് പറയുന്നത്, ഇത് എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. അതായത് എനിക്കെതിരെ ഒരു ലേഡി ഇപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ഉള്ളതോ ഇല്ലാത്തതോ ആവട്ടെ, അവർ പോഷ് കൊടുത്താൽ അത് വാലിഡാണ്. അതേസമയം എനിക്കൊരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ എനിക്ക് പോഷുമായിട്ട് കൊടുക്കാൻ പറ്റില്ല. ആണുങ്ങൾക്ക് പോഷ് പരാതി കൊടുക്കാൻ പറ്റില്ല. പ്രൊട്ടക്ഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ലോ ഇറ്റ് സെൽഫ് ഇസ് ഫോർ വുമൺ. പുരുഷന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഹരാസ്മെന്റ് കംപ്ലൈന്റ് ആണ്. ഹരാസ് ചെയ്തു എന്നുള്ളൊരു കംപ്ലൈന്റ്, അത് എന്തുമാവും മാനസിക ഹരാസ്മെന്റ് ഇതെന്ന്. പക്ഷെ സെക്ഷൽ ഹരാസ്മെന്റ് പുരുഷൻ, ഇപ്പോൾ എൻ്റെ ഓഫീസിൽ എനിക്ക് ലിറ്ററൽ ആയിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫായിട്ട് ഡിസ്കസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചിരിക്കാറുണ്ട്. ഞാൻ കുറേ കാലം വർക്ക് ഫ്രം ഹോം ചെയ്തൊരു വ്യക്തിയാണ്. 4 years ഐ വാസ് ബീൻ വർക്കിംഗ് ഫ്രം ഹോം. ഈ 4 years കഴിഞ്ഞ് വർക്ക് ഫ്രം ഓഫീസ് വിളിച്ചു. ആ സമയത്ത് ഒരു പുതിയ ബാച്ച് ഓഫീസിൽ പ്രസിഡന്റ്, ഞാനൊന്നും അല്ല അതിന് ട്രെയിനിങ് കൊടുത്ത്, വേറൊരു ലൈക്ക് ട്രെയിനറാണ് ട്രെയിനിങ് കൊടുത്ത് എല്ലാം കഴിഞ്ഞത്. ഞാൻ അവിടെ എത്തിയ സമയത്ത് ഇതിലെ ഒരു 8 പേരെ എന്തോ മോർണിംഗ് ഷിഫ്റ്റിന് എൻ്റെ ഷിഫ്റ്റിലിട്ടുണ്ടായിരുന്നു. സോ അതിലൊരു പെൺകുട്ടി ലൈക്ക് എന്നോട് വന്നിരുന്നിട്ട് ഫ്ലേർട്ട് ചെയ്യാനും സംസാരിക്കാനൊക്കെ ശ്രമിക്കും. ലൈക്ക് ആ പെൺകുട്ടിയുടെ ബേ എന്ന് പറയുന്നത് എൻ്റെ ബേനേക്കാൾ ഒരു 4 ബേ അപ്പുറത്താണ്. പക്ഷേ വരും എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. ഞാൻ അപ്രണ്ട് ഞാൻ ഒരു സർട്ടൺ ഇപ്പോൾ ഈ ഒരു സംഗതിയിൽ വന്നതിന് ശേഷമാണോ അത് എന്നെ തന്നെ ഞാൻ ഷേപ്പ് ചെയ്തെടുത്താണെന്നറിയില്ല. ആരെയും പരിചയപ്പെടുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയും ഐ എം മാരിഡ്. ഇപ്പോൾ 2 കുട്ടിയാകുമ്പോൾ 2 കുട്ടിയായി എന്ന് പറയും. അല്ലെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയും ഐ എം മാരിഡ് എന്നുള്ളത്. അപ്പോഴും ഞാൻ അവിടെ ഐ എം മാരിഡ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലിറ്ററലി ഈ പെൺകുച്ചു വന്ന് നമ്മുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുക, അതേപോലെ തന്നെ നമ്മളെ പുകഴ്ത്തുക.
അപ്പോൾ നമ്മൾ ഓക്കെ ലൈക്ക് നോർമൽ കോൺവെർസേഷൻ. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതെന്തോ ഒരു ഇതുണ്ടെന്ന്. പക്ഷെ എന്നാലും നമുക്ക് പെൺകുട്ടികൾക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് പെൺകുട്ടികളുടെ അടുത്ത് ഇതാക്കുന്ന മാതിരി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് പെൺകുട്ടികൾ ആൺകുട്ടികളെ ജഡ്ജ് ചെയ്യുന്ന മാതിരി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ടു. പക്ഷെ പിന്നെയും വന്നിരുന്നു ഒരു ടൈമിൽ എന്നോട് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു ലൈക്ക് ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് വർക്ക്, ഐ ക്യാൻ കോമ്പൻസേറ്റ് ഇൻ വാട്ട് എവർ വേസ്. പൊന്നു മോളെ എന്നെ വിട്ടേക്ക്. ഐ എം ഓൾറെഡി മാരിഡ് ആൻഡ് ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ്. ഐ ഹാവ് നോ ഇൻറ്റൻഷൻസ് ആൻഡ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ ഞാനിത് എൻ്റെ മാനേജറോട് പറഞ്ഞപ്പോൾ മാനേജർ പറയാം പറഞ്ഞു ലൈക്ക് ഗതികേട് വൈഫിനോട് വൈഫിനോട് പറയാം. വൈഫ് പറയാം നീ ആ ജോലി നിർത്തി ഇങ്ങോട്ട് പോര്. ഞാൻ നിനക്ക് തന്നെ വിശ്വാസമില്ല വെച്ചാൽ നിന്നെ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ പെണ്ണുങ്ങളെ വിശ്വാസമില്ല. കാരണം അവൾ പറയുന്നത് എന്താ പറഞ്ഞപ്പോൾ ഈ സാധനം നീ ഒപ്പോസ് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഗ്രഡ്ജ് തോന്നും. ആ ഗ്രഡ്ജ് വെച്ച് നേരെ തിരിച്ച് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞ കാര്യമോ അപ്പോൾ നീ ഇത് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നിന്നോടൊരു ഗ്രഡ്ജ് തോന്നി, നീ ഇങ്ങനെ അപ്രോച്ച് ചെയ്തെന്ന് അവൾ നിന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത് ഓൺ റെക്കോർഡ് എൻ്റെ മാനേജർക്ക് ഈ ഒരു സംഗതി നടന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം ചെയ്ത് എൻ്റെ മാനേജർക്ക് ഞാൻ ഓൺ റെക്കോർഡ് ഒരു ടീംസ് മെസ്സേജ് അയച്ചു വിട്ടു ലൈക്ക് ദിസ് ഗേൾ ഹാസ് ടോക്ക് ടു മീ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ്. അത് ആ പോഷ് ആക്ടിൻ്റെ ആ ഒരു മെയിൽ കണ്ടതുകൊണ്ട് ആ ഒരു കോഴ്സ് കണ്ടതുകൊണ്ട് ഞാൻ ഓൺ എ സേഫർ സൈഡ് ചെയ്തു വെച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല മോനെ, ഇഫ് യു വാണ്ട് യു ക്യാൻ റേസ് എ ഹരാസ്മെൻറ്റ് കംപ്ലയിൻറ്റ്. പക്ഷേ അതിന് സാധാരണ ഗതിയിൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഹരാസ്മെൻറ്റ് കംപ്ലയിൻറ്റ് റേസ് ചെയ്യുമ്പോൾ അവൾ തിരിച്ച് നിനക്കെതിരെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നീ ചെയ്തു എന്നുകൊണ്ട് പറയും. അവരത് നോക്കി കഴിയുമ്പോൾ എന്താ കാണുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ CCTV-യിലൊന്നും എന്താ നിങ്ങൾ സംസാരിച്ചെന്നുള്ള റെക്കോർഡൊന്നുമില്ല. HR കണ്ടു കഴിഞ്ഞാൽ പറയും ആ പെണ്ണ് നിൻ്റെ ബെയിൽ വന്നിരുന്നു നിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. അവൾ അതിനെന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ പറയും, പണി പോകണം നിൻ്റെ പോവുള്ളൂ. അല്ലെങ്കിൽ നിനക്കെതിരെയാണ് മോസ്റ്റ് പ്രോബ്ലി ചാൻസസ് വരുള്ളൂ, പണി കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ബി ഓൺ എ സേഫർ സൈഡ് ആൻഡ് അവോയ്ഡ്. ഞാൻ പറയും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ഷിഫ്റ്റ് മാറ്റി തരിക, എന്തെങ്കിലും ഒന്ന് ചെയ്യും എന്നാണ്. അവസാനം പുള്ളി കുറച്ച് നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെ പുള്ളി എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ ഷിഫ്റ്റ് മാറ്റി. അങ്ങനെ പുള്ളിക്ക് അവിടെ ഞാൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ആ ഷിഫ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുകൊണ്ട് എന്നെ ഷിഫ്റ്റിൽ നിലനിർത്തിയിട്ട് ആ കൊച്ചിൻ്റെ ഷിഫ്റ്റ് മാറ്റി. ഇതിലും ഫണ്ണി തിങ് എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് ഓൾറെഡി മാരീഡ് ആണ്. സോ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്. സോ ഇത് ലൈക്ക് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കോർപ്പറേറ്റിൽ കണ്ടിട്ടുമുണ്ട്. ലൈക്ക് അവരുടെ വർക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു പുരുഷനോട് ഒരു പെണ്ണ് സെക്ഷൽ ഹറാസ്മെന്റ് നടത്തിയാലും നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ ഒരു വകുപ്പില്ല. അത്രയും ആമ്പിൾ ആയിട്ട് നിങ്ങൾ തെളിവുകൾ ശേഖരിക്കുകയാണെങ്കിൽ ഹറാസ്മെന്റിന് പരാതി കൊടുക്കാം. വല്ല ഈ പറയുന്ന വല്ല ഓഡിയോ റെക്കോർഡിംഗ് മെസ്സേജസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ ഹറാസ്മെന്റ് റെക്കോർഡ് ചെയ്യാം. എവിഡൻസ് ഇല്ലാത്തടത്തോളം അത് ആണുങ്ങളുടേതാണ്. ബട്ട് വൈ എന്തുകൊണ്ട് അപ്പൊ ഈ നാട്ടിൽ ശരിക്കും ആണുങ്ങൾക്ക് ഒരു വാല്യൂ എന്ന് പറയുന്ന സാധനം ഇല്ല? അതിന് വേറൊരു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ ഒരിക്കലും സംഘടിതരല്ല. നമ്മൾ പല പല ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിൻ്റെ ബേസിൽ, രാഷ്ട്രീയ ബേസിൽ അങ്ങനെ. സ്ത്രീകൾ പലപ്പോഴും ഭയങ്കരമായിട്ട് സംഘടിതരാണ്. ഇപ്പോൾ പ്രിയദർശിനിൻ്റെ കേസ് വന്നപ്പോൾ പോലും സ്ത്രീകളെല്ലാവരും ഓക്കെയാണ്. അവർക്ക് ബെനിഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വോട്ട് ബാങ്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് കിട്ടും. പുരുഷന്മാർക്ക് അങ്ങനെ ബെനിഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് ഒറ്റയടിക്ക് കിട്ടില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പോലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും എല്ലാവർക്കും എല്ലാ പുരുഷന്മാർക്കും എന്ന് പറഞ്ഞിട്ട് അവകാശം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ എല്ലാ പുരുഷന്മാരും ആ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല. അവരവനവൻ്റെ രാഷ്ട്രീയം നോക്കും, അവനവൻ്റെ എന്താ പറയുക എത്തിക്സ് നിലപാടുകളനുസരിച്ചിട്ടാണ് ആണുങ്ങൾ വോട്ട് ചെയ്യുക. പെണ്ണുങ്ങൾ അങ്ങനെയല്ല, അവർക്ക് ബെനിഫിറ്റ് എവിടെയാണ് കിട്ടുന്നത്. ഇതും എല്ലാ പെണ്ണുങ്ങളല്ല കേട്ടോ, ലൈക്ക് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് പെണ്ണുങ്ങൾ. അത് സർട്ടൺ എമൗണ്ട് അൺഫോർച്ചുനേറ്റ്ലി മെജോറിറ്റി ആയിപ്പോയി, അതേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ അവർക്കത് ബെനിഫിറ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും കർണാടകയിലായാലും ഇന്ത്യയിൽ എവിടെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്നു, TV കൊടുക്കുന്നു, മിക്സി ഗ്രൈൻഡർ. ഇത് വേണ്ടെന്ന് ഏതെങ്കിലും സ്ത്രീ പറയണ്ടോ? എനിക്ക് വേണ്ട, കാരണം ഞാൻ ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു സ്ട്രോങ് പറയുന്ന പ്രഹസനത്തിന് വേണ്ടി പറഞ്ഞ സ്ത്രീകൾ കേരളത്തിൽ തന്നെയുണ്ട്. പക്ഷെ അവരെന്നെ ഞാൻ ഫ്രീ ആയിട്ടാണ് പോകുന്നതെന്ന് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം നമ്മൾ കോർപ്പറേറ്റ് ഒരു ലൈഫിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആരോട് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരെങ്ങനത്തെ രീതിയിൽ ഇതിനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നാളെ ഇൻ കേസ് എന്തെങ്കിലും ഒരു വർക്ക് റിലേറ്റഡോ അല്ലാത്തതോ എന്തെങ്കിലും ഒരു ഗ്രഡ്ജ് കാരണം
ഒരു ലേഡി വന്നിട്ട് പറയാണ് ഇന്ന ആൾ എൻ്റെ അടുത്ത് വളരെ മോശമായി പെരുമാറി, സെക്ഷലി ആവട്ടെ അല്ലാതെ ആവട്ടെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് നമ്മുടെ HR കംപ്ലൈൻറ്റ് കൊടുത്താൽ അവിടെ തീർന്നു നമ്മുടെ കേസ്. ഇത് ഞാൻ എൻ്റെ ഓഫീസിലെ HR ഞാൻ ചോദിച്ചതാണ്. ലൈക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഈ പോഷാക്ടിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ പുള്ളിയോട് ഇതേപോലെ ഒരു ചായ കുടിക്കുന്ന സമയത്ത് കഫറ്റീരിയയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പോഷാക്ട് ഞാൻ വായിച്ചായിരുന്നു ആണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഒരു പെണ്ണിന് എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊരു ദേഷ്യം തോന്നുകയാണെങ്കിൽ അവിടെ പോഷാക്ടിന് പരാതി കൊടുക്കാനും നിങ്ങളുടെ ജോലി പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലേ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ടു സേവ് മൈസെൽഫ് എനിക്ക് സ്വന്തമായിട്ടൊരു പോളിസി തുടങ്ങിക്കൂടെ? ലൈക്ക് പോളിസി എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ടൊരു പാത്ത് പിന്തുടരുകയാണ്. സ്ത്രീകളുമായിട്ടുള്ള ഓഫീസിലുള്ള എല്ലാ സ്ത്രീകളുമായിട്ടുള്ള എന്ത് തരം കമ്മ്യൂണിക്കേഷൻ ആയാലും അത് റെക്കോർഡിക്കലായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിക്കോട്ടെ എന്നുള്ളൊരു സാധനം തോന്നിയപ്പോൾ അത് പറ്റില്ല. ഞാൻ ചോദിച്ചു അതെന്തുകൊണ്ട്? അപ്പോൾ അത് അവിടെ ഡിസ്ക്രിമിനേഷൻ ആവുമെന്ന് ചോദിച്ചു. അതെങ്ങനെ ഡിസ്ക്രിമിനേഷൻ അതെങ്ങനെ ഡിസ്ക്രിമിനേഷൻ ആവുക? ഇപ്പോൾ ഞാൻ പറയാണ്, നദീം ഒരു പെൺകുട്ടിയാണ്, നദീമിനുമായിട്ട് ഞാനൊരു കോൺവെർസേഷൻ ഉണ്ടാവുകയാണ്. ആ കോൺവെർസേഷൻ ഞാൻ ചെയ്തു, ഒരു MOM പോലെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് അക്നോളജ് ചെയ്തേക്കെന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചു. ഓഫ് ദ റെക്കോർഡ് ഒരു കോൺവെർസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ദിസ് ക്യാൻ ബി ഫോളോ ഔട്ട് ആക്ച്വലി. അപ്പോൾ എന്താ പറഞ്ഞാൽ അവിടെ ഒരു ഉറപ്പുണ്ട് നമ്മൾ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന്. ബാക്കിയുള്ള ഇപ്പോൾ മെയിൽ അയക്കലായാലും ചാറ്റ് കമ്മ്യൂണിക്കേഷൻ ആയാലും അതേപോലെ തന്നെ ഇപ്പോൾ മീറ്റിങ്ങുകളായാലും മീറ്റിംഗൊക്കെ ട്രാൻസ്ക്രിപ്റ്റ് കിട്ടും, അവിടെയും നമുക്ക് തെളിവുകളുണ്ട്. സോ ഞാനെന്ന് പറയുന്ന ഒരു പുരുഷനെ സേഫ് ആക്കാൻ എന്ത് തെളിവാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? അല്ല ഒരു സ്ത്രീക്ക് ഞാൻ മോശമായിട്ട് സംസാരിച്ചെന്ന് എവിടെ വെച്ച് വേണമെങ്കിലും പറയാമല്ലോ, പറയാം. അപ്പോൾ പുള്ളി പറഞ്ഞത് അത് പറ്റില്ല, അങ്ങനെ നീ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യണമെന്ന്. എല്ലായിടത്തും ചെയ്യൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു, ഒരു മണിക്കൂറായിട്ട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ അടുത്ത് റെക്കോർഡിക്കലാക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമില്ല. സോ ആൻഡ് ആസ് യു നോ ലൈക്ക് വി കീപ് മിനിമം കോൺവെർസേഷൻ. സോ പെണ്ണുങ്ങളായിട്ട് മോസ്റ്റ്ലി മിനിമം കോൺവെർസേഷൻ, ആ മിനിമം കോൺവെർസേഷൻ റെക്കോർഡിക്കലാക്കാൻ പറ്റുമല്ലോ ചോദിച്ചപ്പോൾ നോ ദാറ്റ് കംസ് അണ്ടർ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഞാൻ ചോദിച്ചു ലൈക്ക് അങ്ങനെയാണെങ്കിൽ ലോ തന്നെ ഡിസ്ക്രിമിനേഷൻ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ലോ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ്, ഗവൺമെൻറ് വോട്ടിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. പുള്ളി പറഞ്ഞ കാര്യം ഗവൺമെൻറ് വോട്ടിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, അത് നിങ്ങൾ ഗവൺമെൻറ്റിനോട് തന്നെ ചോദിക്കണം. ചില കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ഫാക്ച്വൽ ആണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ലൈക്ക് സത്യം സംസാരിച്ചാലും സ്ത്രീവിരുദ്ധം, അപ്പോൾ സത്യം സ്ത്രീവിരുദ്ധമാണോ? അല്ലേ? ഇപ്പോൾ പുരുഷന്മാർക്ക് മസിൽ മാസ് കൂടുതലാണ്, സ്ത്രീകൾക്ക് മസിൽ മാസ് കുറവാണ് എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധമാണിപ്പോൾ. പുരുഷൻ്റെ ബ്രെയിന് സ്ത്രീയുടെ ബ്രെയിനേക്കാളും 1.16% ലൈക്ക് ഇരട്ടി വലുതാണെന്ന് പറയുന്നതും സ്ത്രീവിരുദ്ധമാണ് ഇപ്പോൾ. പക്ഷെ അതേസമയം പുരുഷൻ്റെ തലച്ചോറിനേക്കാളും ഐ തിങ്ക് പുരുഷൻ്റെ തലച്ചോറിനേക്കാളും കൂടുതൽ ഗ്രേ മാറ്റർ സ്ത്രീകളുടെ തലച്ചോറിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷവിരുദ്ധമല്ല, അല്ല, അതവരുടെ ബെനിഫിറ്റ് ആണ്. സ്ത്രീകളിൽ ഞാൻ കണ്ടിടത്തോളൊരു കാര്യം പറയാം, പുരുഷൻ്റെ വിഷൻ എന്ന് പറയുന്നത് ലൈക്ക് സ്ട്രൈറ്റ് സിംഗിൾ വിഷനാണ്, സ്ത്രീകളുടെ വിഷൻ എന്ന് പറയുന്നത് മൾട്ടി വിഷനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മൾട്ടി ടാസ്കിങ് കുറച്ചുകൂടെ ഈസിയാണ്. നമുക്ക് കോൺസെൻട്രേഷൻ, ഇതിനെ രണ്ട് തരത്തിൽ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും. ഒന്ന് ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല വാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റാത്ത ഒരുത്തൻ എന്ന് പറഞ്ഞ് അവമാനിക്കാനും പറ്റും. അങ്ങനെ അതായത് സ്ത്രീകളെ തന്നെ നമുക്ക് ഇതേപോലെ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നതിനെ ഒരു കഴിവായിട്ടും കാണിക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഫോക്കസ് ഇല്ലാത്ത ഒരുത്തി എന്ന് പറഞ്ഞിട്ട് അവമാനിക്കാനും പറ്റും. ഇത് രണ്ടുപേർക്കും നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫോക്കസ് ഇല്ലാത്ത ഒരുത്തി എന്ന് പറഞ്ഞ് അവമാനിക്കുന്നേ എന്ന് പറഞ്ഞിട്ടാണ് പൊക്കി പിടിക്കുന്നത്. അതായത് ഞങ്ങൾ മൾട്ടി ടാസ്കിങ് ആണെന്ന് തിരിച്ചു പറയാൻ പറ്റുന്നില്ല ഇവർക്ക്. കാരണം കസബ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിനകത്ത് മമ്മൂട്ടി ഒരു ഫീമെയിൽ പോലീസുകാരിയുടെ പാൻറ്റിൽ പിടിച്ച് വലിക്കുക, അങ്ങനെ എന്തോ ഒരു സീനുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ മീൻ വറുത്തത് കിട്ടാത്തപ്പോൾ മുതൽ ഫെമിനിസ്റ്റ് ആയവരടക്കമുള്ളവർ വന്നിട്ട് അതിനകത്ത് പറഞ്ഞു ഭയങ്കര സ്ത്രീ വിരുദ്ധതയാണ് കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നത് ഒരുപാട് സംസാര വിഷയവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പാർവതി തിരുവോത്ത് തന്നെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു പദപ്രയോഗമാണ്. എന്താണ് സൂപ്പർ സ്റ്റാർ? സൂപ്പർ സ്റ്റാർ ഇസ് എ ബുൾഷിറ്റ് വേർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് മനോഹരോ ഏതൊരു സിനിമ മോഹൻലാലും മമ്മൂട്ടിയും എല്ലാവരും അഭിനയിക്കുന്നൊരു പടം പാർവതി അടക്കം ഉള്ളൊരു സിനിമ വന്നപ്പോൾ പറയുന്നു എ ലോട്ട് ഓഫ് സൂപ്പർ സ്റ്റാർസ് കമ്പൈനിങ് ടുഗെദർ. ഒരു നിലപാടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഏത് കാര്യത്തിലും നിലപാട് അയാൾ അതിൽ ഉറച്ചു നിൽക്കും.
ഇപ്പൊ ഞാൻ ആ ഒരു കാര്യത്തിൽ രാഹുൽ ഈശ്വറിനെ ഞാൻ അറിയില്ല, മെൻസ് കമ്മീഷന്റെ കാര്യം വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ ഞാൻ ഓപ്പോസ് ചെയ്യുമ്പോൾ പോലും രാഹുൽ ഈശ്വർ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ കോൺഗ്രസിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ വേടനെതിരെ കിട്ടിയപ്പോൾ ശ്രീകാന്ത് വെട്ടിയാർക്കെതിരെ വന്നപ്പോഴൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നാലും ഞാൻ ഓപ്പണായിട്ട് പറയലേക്ക് ഇത് വേടന വ്യാജമാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ബട്ട് സ്റ്റിൽ അറ്റ് ദ സെയിം ടൈം ഇവർ കുറച്ച് അനുഭവിക്കേണ്ടതാണെന്നുള്ളത്.